I praise and thank the Lord for this blessed evening. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Lord has brought us all together so that we can listen to His word. ദൈവവചനം കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിവരുത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. I'm sure we all know that our life here on this earth is very brief. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായിട്ടുള്ള ഒന്നാണ്. Even if some of us, we may live a long life, 70 or even 80, compared to eternity, a life here on this earth is very short. നാം ഒരു പക്ഷേ 70 80 വയസ്സ് വരെ ജീവിച്ചാലും നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള ഒന്നാണ്. Yet the Bible reminds us how we spend our earthly life is so important for eternity. എന്നാൽ തിരുവെഴുത്ത് നമ്മളെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിത്യതയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മെ ഓർപ്പിക്കുന്നു. This brief life, pilgrim life, yet what we do here on this earth counts for eternity. ഈ ലോകത്തിലെ നമ്മുടെ ഈ പരദേശവാസം നിത്യതയിൽ നാം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു നിഴലായിട്ട് ഇത് ഇരിക്കുന്നു. Now, when we think about the way the Lord has blessed us here on this earth, ദൈവം നമ്മെ ഈ ഭൂമിയിൽ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, all those blessings are given to us so that we become channels of blessing to others. ഈ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. Now when we think about God's blessing upon our lives, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, we have life, we have gifts, we have wealth, we have time, so on and so forth. ദൈവം നമുക്ക് ജീവൻ നൽകിയിട്ടുണ്ട്, ദൈവം നമുക്ക് വരങ്ങൾ നൽകിയിട്ടുണ്ട്, ദൈവം നമുക്ക് ജീവിക്കാനായിട്ടുള്ള മറ്റ് അനേക സാഹചര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, സമയം നൽകിയിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. God has given us opportunities, responsibilities, spheres of influence wherever we are. ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്, സ്വാധീനം ചെയ്യുവാനായിട്ടുള്ള നമുക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. Now even if we take some time to look into our lives, all of us who are here, whether we are young or old, whether we are male or female, all of us who are here, we will say God has blessed us. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുപോലെ, ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും ഒരുപോലെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. So therefore we also have to ask ourselves, how am I being used by God in order to bless others? അതുകൊണ്ട് ദൈവം എന്നെ എപ്രകാരം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ടിരിക്കാനായിട്ട് ദൈവം എന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് ആവശ്യമുണ്ട്. So this evening I want to bring before you a character from the New Testament. പുതിയ നിയമത്തിൽ നിന്നുള്ള ഒരു ചരിത്ര പുരുഷനെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഒന്ന് പഠിക്കാനായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. A man in whose life we see that wherever he went, whatever he did, he was a blessing to other people. താൻ കടന്നുപോയ എല്ലാ സ്ഥലത്തും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്ന, അങ്ങനെ ആയിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് വൈകുന്നേരം നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. So please open your Bibles to Acts chapter 6. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. Acts chapter 6. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം. So that is the first time we read about Philip the evangelist. സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ച് നാം ആദ്യമായിട്ട് തിരുവെഴുത്തിൽ വായിക്കുന്നത് ഈ അധ്യായത്തിലാണ്. Now the early church was a very dynamic church. ആദ്യ സഭ എന്ന് പറയുന്നത് വളരെ കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന സഭയായിരുന്നു. As we read in verse 1 of chapter 6, now in those days when the number of disciples was multiplying. ആ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ. So the early church was a growing church. ആദ്യ സഭ എന്ന് പറയുന്നത് വളരുന്ന സഭയായിരുന്നു. And each day the Lord was adding people to the church. ഓരോ ദിവസവും രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർന്നുകൊണ്ടിരുന്നു, കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു.
So during that time, we see in chapter 6, there was a need that arose in the early church. ആ നാളുകളിൽ ആദ്യ സഭയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ആവശ്യത്തെ അവർ അഭിമുഖീകരിക്കുകയാണ്. The church was a caring community. ആ സമൂഹത്തെ കരുതുന്ന ഒരു സഭയായിരുന്നു. As we read in Acts chapter 2 verse 42, അപ്പോസ്തലപ്രവൃത്തി 2:42 നാം വായിക്കുന്നത് പോലെ the early church was known for its fellowship. കൂട്ടായ്മയ്ക്കും അവർ വലിയ അതിനെ അറിയപ്പെടുന്നതായിരുന്നു ആദിമസഭ. How they took care of one another. അന്യോന്യം എങ്ങനെ കരുതിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് How they സാധിക്കുന്നു. met the needs of one another. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എങ്ങനെ കരുതി എന്ന് നാം മനസ്സിലാക്കുന്നു. So when we come to Acts chapter 6, we see the early church even had a daily free food distribution program. അതുകൊണ്ട് ആദ്യത്തെ സഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പരിപാടിയായിരുന്നു സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി. There were many widows in Jerusalem. യെരുശലേമിൽ അനേക വിധവമാരുണ്ടായിരുന്നു. Many poor people. അനേക സാധുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. The church consisted of both rich people and poor people. ആ ധനവാന്മാരും ദരിദ്രരും അടങ്ങിയിട്ടുള്ള ആളുകളായ കൂട്ടമായിരുന്നു അന്നത്തെ സ്ഥലം സഭകൾ. So as we read through chapter 6, we see there was a need. അതുകൊണ്ട് 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ആവശ്യത്തെ അവർ അഭിമുഖീകരിച്ചതായിട്ട് നാം വായിക്കുന്നു. This need was for volunteers to help the ministry of the church. സഭയുടെ ശുശ്രൂഷയിൽ സഹായിക്കുവാനായിട്ട് താല്പര്യമുള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യമായിരുന്നത്. The apostles, they were mainly focusing on the ministry of preaching and also the ministry of prayer. ആ അപ്പോസ്തലന്മാർ അവർ ദൈവവചനം ശുശ്രൂഷിക്കുന്നതിലും പ്രാർത്ഥനയിലും ആണ് കൂടുതൽ ഉറ്റിരുന്നത്. But they were also concerned about this new need which they found in the church. എന്നാൽ സ്ഥലം സഭയിൽ അവർ അഭിമുഖീകരിച്ച ഈ പ്രത്യേക ആവശ്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു അപ്പോസ്തലന്മാർ. They needed 7 people who could assist them in the overall ministry. അതുകൊണ്ട് ഈ പ്രത്യേക ദൗത്യത്തിനായിട്ട് 7 ആളുകളെ അവർ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. So instead of selecting people by themselves, they gave this opportunity to the church to do that. അതുകൊണ്ട് അവർ തന്നെ ആളുകളെ തിരഞ്ഞെടുക്കാതെ സഭയ്ക്ക് തന്നെ ആ ഉത്തരവാദിത്തം അവർ കൊടുക്കുകയായിരുന്നു. They said, you know the need that we have here. ഇപ്പോൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. Select 7 people among yourself. അതുകൊണ്ട് 7 ആളുകളെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ എന്ന് പറയുകയാണ്. They only set the criteria. അവരതിനുള്ള മാനദണ്ഡം മാത്രമാണ് അവർ പറഞ്ഞത്. Everything that they said about the choice of these people, it all had to do with spiritual qualities. അവർ അതിനുവേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയും ആത്മീകമായിട്ടുള്ള ഗുണങ്ങളായിരുന്നു. Men of good reputation. നല്ല സാക്ഷ്യമുള്ളവര്. And then men who are full of the Holy Spirit. ആത്മാവ് നിറഞ്ഞവര്. And men who have wisdom. ജ്ഞാനമുള്ളവര്. And you select from yourself these number of people. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊള്ളുവിൻ എന്നാണ് അവരോട് ആവശ്യപ്പെട്ടത്. And brothers and sisters, the very next thing we read here, the church was able to present before them 7 men. തുടർന്ന് നാം കാണുന്നത് സഭയ്ക്ക് ഇങ്ങനെയുള്ള 7 ആളുകളെ തെരഞ്ഞ് അവരുടെ മുമ്പാകെ നിർത്തുവാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. We don't read about the whole process by which they chose these 7 men. എങ്ങനെയാണ് ഈ 7 പേരെ തെരഞ്ഞെടുത്തത്, അതിന്റെ പരിപാടി എങ്ങനെയായിരുന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. We don't know the details. അതിന്റെ വിശദീകരണം നമുക്ക് അവിടെ കാണുന്നില്ല. But one thing is very sure. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. They went around looking for matured people among them. അവരിലുള്ള ആത്മീക പക്വതയുള്ള ആളുകളെ അവർ കണ്ടെത്തി. Now imagine in a church of thousands of people, there would have been many mature people. ആയിരക്കണക്കിന് ആളുകളുള്ള ആ സ്ഥലം സഭയിലെ ആത്മീക പക്വതയുള്ള അനേകരുണ്ടായിരുന്നിരിക്കാം. They would have approached many of those people. അങ്ങനെയുള്ള അനേകരെ അവർ സമീപിച്ചു കാണും. Maybe some of them know they heard this need, but they could not volunteer themselves. ചിലരൊക്കെയും ഈ ആവശ്യം മനസ്സിലാക്കിയെങ്കിലും ഈ കാര്യത്തിന് വേണ്ടി തങ്ങൾ തന്നെ അതിനുവേണ്ടി തയ്യാറായിരുന്നില്ല. Maybe many were agreeing that there was a need in the church, but for their own reasons they could not give themselves for the work. മറ്റു ചിലർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളാൽ ഈ പ്രത്യേക കാര്യത്തിന് വേണ്ടി അവർ തയ്യാറാകുവാനായിട്ട് സാധിച്ചില്ല. But what we know is there were some of them who were willing to yield themselves for the sake of the ministry of this church. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ചിലർ
തങ്ങളെ തന്നെ ഈ പ്രത്യേക ദൗത്യത്തിനായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് അവർ സമർപ്പിക്കുവാനായിട്ട് ഒരുക്കമുള്ളവരായിരുന്നു. So the second name that we have in the list of 7 people is Philip the evangelist. ആ കൂട്ടത്തിലെ രണ്ടാമത്തെ പേരാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ. A man who was willing to volunteer himself in order to meet the need of the early church. ആ സ്ഥലം സഭയുടെ ഈ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി തന്നെത്താൻ അതിനുവേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി. Brothers and sisters, remember, it was not a paid job. സഹോദരന്മാർ, ഒരു കാര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കണം, ഇത് എന്തെങ്കിലും കൂലി ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. It was purely a voluntary job. അത് പ്രത്യേകമായിട്ടുള്ള ആ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് അത് ആയിരുന്നത്. And it was not a very spectacular ministry. അത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് വലിയ കാണുവാൻ മാത്രമുള്ള ഒരു ശുശ്രൂഷയുമായിരുന്നില്ല. It was not a ministry that would normally be appreciated. മറ്റുള്ളവർ ഒരുപക്ഷെ അതിനെ അഭിനന്ദിക്കുന്ന ഒരു ശുശ്രൂഷയും ആകണമെന്നില്ല. It was a very difficult ministry as well. മാത്രമല്ല വളരെ വൈഷമ്യമുള്ള ഒരു ശുശ്രൂഷയുമായിരുന്നു. To take care of widows so that they will not be complaining or murmuring, that was a very difficult job. ഈ വിധവമാരെ കരുതുക, അവർ പിറുപിറുക്കുന്നവരോ അല്ലെങ്കിൽ അവർ പിറുപിറുക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ വണ്ണം അവരെ കരുതുക, അവരുടെ ആവശ്യങ്ങളിൽ കരുതുക എന്നുള്ളത് ഒരു വൈഷമ്യകരമായ ശുശ്രൂഷ. Maybe that is why many others were not willing to participate in this ministry. അതുകൊണ്ടാണ് പലരും ഈ കാര്യത്തിൽ നിന്ന് അവർ മുന്നോട്ട് വരുവാനായിട്ട് മടിച്ചിരുന്നത്. Maybe if the apostles had given an opportunity or invitation for people to come and preach or help them in public other ministries, many would have volunteered. ഒരുപക്ഷേ ദൈവവചനം പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണത്തക്ക രീതിയിലുള്ള ശുശ്രൂഷകൾക്കായിട്ട് അപ്പോസ്തലന്മാർ ആളുകളെ തിരഞ്ഞിരുന്നുവെങ്കിൽ അനേകര് അതിനുവേണ്ടി മുതിരുമായിരുന്നു. But here was Philip, who was willing to volunteer, find time for this. He was a family man. ഇവിടെ ഇതാ ഫിലിപ്പോസ് ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. താനൊരു കുടുംബമായി ജീവിക്കുമ്പോൾ തന്നെ. We don't know whether he had a work or livelihood. It is not mentioned in the Bible. താൻ മറ്റ് ഭൗമികമായ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. We know that he had 4 daughters. തനിക്ക് 4 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. Now how he could balance his family life and this ministry, work life and this ministry, all that we don't know. താൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇതിനുവേണ്ടി സമയം കണ്ടെത്തി, തന്റെ കുടുംബത്തോടുള്ള ബന്ധത്തില് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ എങ്ങനെ സമയം ക്രമീകരിച്ചു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. But one thing is very clear. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. He had a heart for the Lord and his work. തന്റെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു ഹൃദയം തനിക്കുണ്ടായിരുന്നു. He was able to find time for this work. ഈ ശുശ്രൂഷയ്ക്കായിട്ട് സമയം കണ്ടെത്തുവാനായിട്ട് തനിക്ക് സാധിച്ചു. This evening, dear brothers and sisters, the question that I would like to place before all of us is, how do we respond to a kingdom need that God brings before us? പ്രിയ സഹോദരന്മാരെ, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഒരാവശ്യത്തിനും അഭിമുഖീകരിക്കുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. Now there are many times the Lord brings before us a need in the local assembly or in the city or in the mission field or in our neighborhood. Something the Lord brings before our eyes. ദൈവം ഒരു പക്ഷേ നമ്മുടെ മുമ്പാകെ, നമ്മുടെ കണ്ണിന് മുമ്പാകെ നമ്മുടെ സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോടുള്ള ബന്ധത്തിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വേല സ്ഥലങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ പല ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു വന്നേക്കാം. How do we respond to those needs? അങ്ങനെയുള്ള ആവശ്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കും? See, there are many people today, they are very inactive. They are not doing anything for the church or for the kingdom of God. അനേകര് സ്ഥലം സഭയ്ക്ക് വേണ്ടിയിട്ടോ ദൈവരാജ്യത്തിന് വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കാതെ മുന്നോട്ട് പോകുന്നവരുണ്ട്. One excuse they give is, we don't have a call from God. അവർ പറയുന്ന ഒരു ഒഴുകഴിവ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വിളി ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. But my dear brothers and sisters, when we look at the scriptures, many of God's people who volunteered to serve God, they did not have a specific call from God. എന്നാൽ ദൈവവചനത്തിലെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അനേക ദൈവദാസന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ
അങ്ങനെയുള്ള ഒരു വിളി അവർക്ക് ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. Now, where did Nehemiah receive a definite call from the Lord? ദൈവത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു വിളി നെഹമ്യാവിന് എപ്പോഴാണ് ലഭിച്ചത്? The Lord only brought before him a need that was in Jerusalem. യെരൂശലേമിലുള്ള ഒരു പ്രത്യേകമായ ആവശ്യം നെഹമ്യാവിനെ ദൈവം ബോധ്യപ്പെടുത്തി. Now, where did Esther receive a direct call from the Lord? എസ്തറിന് എവിടെയാണ് ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു വിളി ലഭിച്ചത്? It was Mordecai who brought a need to Esther's ears. മൊർദെഖായിയാണ് എസ്തറിനോട് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. Now, many of us, because we are engrossed with our own personal life, family life, our children's life, we don't even have time to think about God's work or God's kingdom needs. നമ്മിൽ പലരും വ്യക്തിപരമായ നമ്മുടെ സ്വയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം അതിൽ തന്നെ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾക്കോ ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകൾ മനസ്സിലാക്കുവാനോ നമുക്ക് സമയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. I want to ask you, brothers and sisters, when was the last time the Lord impressed upon your heart a particular need in His kingdom? ഞാൻ ഇന്നേരം നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തില് ഒടുവിലായിട്ട് ദൈവം എപ്പോഴാണ് ഒരു ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തമായിട്ട് നൽകിയത്? Maybe you received a letter from North India. ഒരു പക്ഷേ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു കത്ത് നിങ്ങൾക്ക് ലഭിച്ചു കാണും. Maybe a servant of God came here and spoke to you about a need in North India. ഒരു പക്ഷേ ദൈവദാസൻ ഇവിടെ കടന്നു വന്ന് വടക്കേ ഇന്ത്യയിലുള്ള ഒരു പ്രത്യേക ആവശ്യം നിങ്ങളെ അറിയിച്ചു കാണും. Forget about North India. Maybe a need in our own state of Kerala. ഒരു പക്ഷേ കേരളത്തിൽ തന്നെയുള്ള ഒരു ആവശ്യം നിങ്ങളെ അറിയിച്ചു കാണും. Now, when you heard about that need, what was your response? അങ്ങനെയുള്ള ഒരു ആവശ്യം നാം കേട്ടപ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരുന്നു? Did you ever take time to know, at least think about it? ആ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ സമയമെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. As soon as you left this campus, did you ever recall that to your mind? ഈ ഹോള് വിട്ട് പുറത്തേക്ക് പോയതിനു ശേഷം ആ ആവശ്യത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സമയമെടുക്കാൻ സാധിക്കും. Or did you ever take time to pray before the Lord and ask His wisdom about what you need to do about it? അതോ ദൈവസന്നിധിയിൽ ഈ വിഷയത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ദൈവമേ ഈ പ്രത്യേക ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടോ? I tell you, brothers and sisters, many of us are not having any directions because we don't seek the will of God. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ആ ദൈവ നിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാത്തത് കൊണ്ടാണ്. Years ago, there was a missionary who served in Tirunelveli. His name was John Tucker. ജോൺ ടഗ്ഗർ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ ചില വർഷങ്ങൾക്ക് മുൻപ് തിരുനെൽവേലി, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ശുശ്രൂഷിച്ചിരുന്നു. And then he used to write letters back to England, to his home and to the local church. തന്റെ മാതൃസഭയിലേക്കും ഇംഗ്ലണ്ടിലുള്ള തന്റെ പ്രിയപ്പെട്ടവർക്കും താൻ കൂടെ കത്തുകൾ എഴുതുമായിരുന്നു. And in one of the letters, John wrote to his sister saying, the place where I am staying, all the girl children, they don't go to school, they are sent to the field, they are sent to the factories, they are sometimes sold to the temples, they don't have a future. അദ്ദേഹം ഒരു ദിവസം തന്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതി, ഞാനായിരിക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെയുള്ള പെൺകുട്ടികൾ ആരും പഠിക്കുവാനായിട്ട് സ്കൂളുകളിൽ പോകുന്നില്ല, അവർ പ്രായമാകുമ്പോൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ അവരെ പ്രവർത്തിക്കായിട്ട് അയക്കുന്നു, അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ ഞാൻ കണ്ടുവരുന്നത് എന്ന് അദ്ദേഹം എഴുതി. And John's sister, her name is Sarah Tucker. When she started reading about this, she was broken inside. ആ സഹോദരിയുടെ പേര് സാറ ടക്കർ എന്നുള്ളതാണ്. അവർ ഈ കത്ത് ലഭിച്ചപ്പോൾ അവർ ഹൃദയം വളരെ ഭാരപ്പെട്ടു. She was a handicapped girl. She knew that she could never ever go as a missionary to India. ആ സാറ ടക്കർ ഒരു വികലാംഗയായ സഹോദരിയായിരുന്നു. അവർക്കറിയാമായിരുന്നു അവർക്ക് ഒരിക്കലും ഒരു മിഷണറി ആയിട്ട് ഇന്ത്യയിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കില്ല എന്ന്. But still she wanted to do something for the Lord. She could not be deaf to what she heard. അത് എന്നാൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. താൻ ഈ കേട്ട കാര്യത്തോട് അനുകൂലമായി പ്രതികരിക്കാതിരിക്കുവാനായിട്ട് അവൾക്ക് സാധിക്കുമായിരുന്നു. So she called some of her friends and they started praying for this need of starting girls schools and colleges in India. അതുകൊണ്ട് അവൾ തന്റെ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് ഇന്ത്യയില് ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനായിട്ട് അവർ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. She had 24
sovereigns of gold in her hands. She sold that and collected a few more from her friends and sent it to John Tucker, who started the first girls' school in Tirunelveli. അവരുടെ കയ്യിലുള്ള ഏതാനും സ്വർണത്തിന്റെ ഒരു നിക്ഷേപം ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് ഈ സഹോദരിമാര് ആ തുക ജോൺ ടക്കറിന് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിക്കുവാനായിട്ട് അയച്ചു കൊടുക്കാനായിട്ട്. And then they continued to pray for such needs in India. ഇന്ത്യയിലുള്ള അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Unfortunately, Sarah Tucker passed away. ഈ അതിന്റെ മധ്യത്തിൽ സാറ ടക്കർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. But her friends continued to pray for India. എന്നാൽ അവരുടെ സുഹൃത്തുക്കൾ വീണ്ടും ഇന്ത്യക്ക് വേണ്ടി ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Today, if you go to Tirunelveli, you will come across this college called as Sarah Tucker College, the first women's college in the entire South India, named after that handicapped girl who never landed in India but gave everything for this nation. ഇന്ന് നാം തിരുനെൽവേലിയിലേക്ക് കടന്നുപോയാൽ അവിടെ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കോളേജ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാറ ടക്കർ കോളേജ്. ആ കോളേജിൽ അവരൊരിക്കലും സാറ ടക്കർ ഇന്ത്യയിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായില്ലെങ്കിലും അവർക്കുള്ളതെല്ലാം ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അവർ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. So this evening, dear brothers and sisters, I want to ask you, I want to humbly place before you, what is that the Lord is impressing upon your heart? പ്രിയ സഹോദരന്മാരെ, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തമായ ഭാരമായിട്ട് നൽകുന്ന വിഷയം എന്താണ്? Here Philip, when he came to know there was a need in the early church, he volunteered himself. Therefore, you know what? The church was blessed. The Jerusalem church was richly blessed. ആ ആദിമസഭയിലെ ഒരു പ്രത്യേക ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുവേണ്ടി തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്ത ഒരു ഫിലിപ്പോസിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ ഫലം എന്താണ്? ആ സ്ഥലം സഭ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി. The apostles' ministry that flourished because of these people. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And the widows were blessed by the ministry of Philip. അവിടെയുള്ള വിധവമാര് ഈ ശുശ്രൂഷ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. Chapter 6 verse 7. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. Then the word of God spread and the number of the disciples multiplied greatly in Jerusalem. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. Next, as we think about Philip in the book of Acts, ഫിലിപ്പോസിനെ കുറിച്ച് പിന്നീട് നാം ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത്, we read about him in Acts chapter 8. 8-ാം അധ്യായത്തിലാണ് വീണ്ടും നാം വായിക്കുന്നത്. Acts chapter 8, we will read a few verses. 8-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Verses 4 and verse 5. 4ഉം 5ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. Now, chapter 7 talks about the death of Stephen. 7-ാം അധ്യായം സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. And as a consequence of that, we see the first persecution happening in the book of Acts. അതിനെ തുടർന്ന് ദൈവമക്കൾക്കെതിരായിട്ടുള്ള ആദ്യത്തെ വലിയ എതിർപ്പ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. And all the Jewish leaders in the early church, except the apostles, they were scattered. വലിയ ഉപദ്രവത്തെ തുടർന്ന് അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കി വിശ്വാസികളെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. So that is the context for verse 4. അതാണ് 4-ാം വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. Therefore those who were scattered went everywhere preaching the word. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. And what follows is Philip's story. അതിനെ തുടർന്ന് ഫിലിപ്പോസിനെ കുറിച്ച് പറയുകയാണ്. Then Philip went down to the city of Samaria. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നു and preached Christ to them. അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. Now pause here for a moment. ഒരു നിമിഷം നമ്മൾ അവിടെ ഒന്ന് നിൽക്കുക. Now when you just read through, we may not fully understand the implication of Philip's decision. ഈ പ്രത്യേക കാര്യത്തോടുള്ള ബന്ധത്തിൽ ഫിലിപ്പോസ് എടുത്ത തീരുമാനത്തിന്റെ പ്രാധാന്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. Now until chapter 8, the apostles themselves, they had not taken any effort to go and preach the gospel to anyone outside the Jewish community. 8-ാം അധ്യായം വരെ അപ്പോസ്തല പ്രവൃത്തിയിലെ അപ്പോസ്തലന്മാർ യഹൂദ സമൂഹത്തിൽ നിന്ന് വിട്ട് അതിന് പുറത്തേക്ക് സുവിശേഷവുമായിട്ട് കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടില്ല.
And then later we read, even in chapter 10, Simon Peter needed a very special vision from the Lord to make him agree to go and enter into the house of a Gentile. എന്ന് മാത്രമല്ല 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ പത്രോസിന് ഒരു പ്രത്യേകമായിട്ടുള്ള ദർശനം ആവശ്യമായിരുന്നു. ഒരു പുറജാതിയായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു പോകുവാനായിട്ട്. And here in verse 5 we read, then Philip went down to the city of Samaria and preached Christ to them. എന്നാൽ ഇവിടെ 5-ാം വാക്യം നാം വായിക്കുന്നത്, ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. I'm sure we all know what kind of relationship existed between the Jewish people and the Samaritans. യഹൂദന്മാരും ശമര്യരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. For a Jew, Samaritan was considered as untouchable. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശമര്യര് അവര് തൊട്ടുകൂടാത്ത ജാതികളായിരുന്നു. Wherever you want to go, you go, but don't go to Samaria. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്നാൽ ശമര്യയിലേക്ക് നിങ്ങൾ പോകരുത്. Samaritans were considered as untouchables or harijans. ആ ശമര്യക്കാര് അവര് താന്ന ആളുകള് അല്ലെങ്കിൽ തൊട്ടുകൂടാത്ത ആളുകൾ എന്നുള്ള രീതിയിലാണ് യഹൂദന്മാർ അവരെ കുറിച്ച് ചിന്തിച്ചിരുന്നത്. Now all the places that Philip could have decided to go, he intentionally decided to go and stay in the city of Samaria. എന്നാൽ ഇവിടെ ഫിലിപ്പോസിന് എവിടെയെല്ലാം പോകാമായിരുന്നു, എന്നാൽ താൻ മനഃപൂർവ്വമായിട്ട് ശമര്യ പട്ടണത്തിൽ കടന്നുപോയി ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് തീരുമാനിച്ചു. Dear brothers and sisters, do you understand what is happening here? പ്രിയ സഹോദരിമാരെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? In Acts chapter 1 verse 8, it was the Lord's desire that you will receive the Holy Spirit, and when you receive it, you will start working from Jerusalem, all of Judea, then also to Samaria. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും കടന്നുപോയി. Now even when the Jewish leaders had forgotten about Samaria, here was one man who had this in his heart. When an opportunity came, he decided whether anyone is going to come with me or not, I am going to Samaria. ഈ പ്രത്യേകമായിട്ടുള്ള ദൗത്യം അനേകരെ മറന്നുപോയെങ്കിലും ഒരു പ്രത്യേക സന്ദർഭം വന്നപ്പോൾ ഫിലിപ്പോസ് തീരുമാനിക്കുകയാണ്, ഞാൻ ശമര്യയിൽ കടന്നുപോയി കർത്താവിനെ സാക്ഷിക്കും. And you know what all happened because of Philip's stay in Samaria? ഫിലിപ്പോസ് ഈ ശമര്യ പട്ടണത്തിൽ കടന്നുപോയി അവിടെ ആയിരുന്നതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചെന്ന് നമുക്കറിയാമോ? Now from verse 6 onwards, if you read down, 6-ാം വാക്യം മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ, now we read, and the multitudes with one accord heeded the things spoken by Philip, hearing and seeing the miracles which he did. For unclean spirits crying out with a loud voice came out, and many who were possessed. Amazing miracles and signs. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും ഉടന്തരും സൗഖ്യം പ്രാപിച്ചു. Philip was a deacon, was an assistant, was a minister in the church at Jerusalem. Now the same man, in the mighty hands of God, is now doing things only the apostles did during the first century. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഈ വലിയ ശുശ്രൂഷ, യെരുശലേം സഭയിൽ ഒരു ശുശ്രൂഷകൻ മാത്രമായിരുന്ന ഫിലിപ്പോസ് ഇപ്പോൾ ശമര്യയിൽ കടന്നുപോയി അതേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. Even later we know when the people in Jerusalem, when the apostles heard about the ministry of Philip in Samaria, they were amazed. ഈ കാര്യം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. Is God using Philip in that way? ഇങ്ങനെ ദൈവം ഫിലിപ്പോസിനെ ഉപയോഗിക്കുന്നുണ്ടോ? Are Samaritans coming to know the Lord in hundreds? ശമര്യരും അനേകരെ കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീരുന്നുണ്ടോ? They were amazed. അവർ അത്ഭുതപ്പെട്ടു. There's one verse in chapter 8 that sums up the ministry of Philip in Samaria. ശമര്യയിലെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയെ ചുരുക്കി പറയുന്ന ഒരു വാക്ക് 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Chapter 8 verse 8. 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. And there was great joy in that city,
അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. Can you imagine what is happening in that city? ഈ ശമര്യ പട്ടണത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ Because സാധിക്കും. of one man who migrated to their place, because of one family that came and settled down in the city of Samaria, the entire city was rejoicing. ഒരു കുടുംബം അവിടെ വന്ന് താമസിച്ചതിന്റെ ഫലമായിട്ട് ആ പട്ടണം മുഴുവൻ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Sometimes, when I read all this, I think about, our own lives. പലപ്പോഴും ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. Who is rejoicing because of us? നാം കാരണം ആരാണ് സന്തോഷിക്കാനായിട്ട് ഇടയാകുന്നത്? Is there anyone rejoicing at least in our local assembly? നാം ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലം സഭയിലെങ്കിലും ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ? Is there anyone rejoicing in our neighborhood? നാം ആയിരിക്കുന്ന നാം താമസിക്കുന്ന അതിന്റെ ചുറ്റുപാടിൽ ആരെങ്കിലും നാം മുഖാന്തരം സന്തോഷിക്കുന്നുണ്ടോ? To all those people who are working here, I want to ask you, maybe in your school, maybe in your office, is there anyone rejoicing because of your presence there? വിവിധങ്ങളായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നാം കാരണം ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പലരുടെയും മനസ്സിലുള്ളത് ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി, ഈ വ്യക്തി ഇവിടുന്ന് ഒരു എങ്ങനെയെങ്കിലും സ്ഥലം മാറ്റം കിട്ടി എവിടെയെങ്കിലും പോയാൽ മതി, അപ്പൊ സ്വസ്ഥത ഉണ്ടാകും. ഇങ്ങനെയാണ് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത്. Here is Philip, a Jew who went to Samaria, settled down, and the entire Samaritan city is rejoicing because of this man. യഹൂദനായ ഫിലിപ്പോസ് ശമര്യയിൽ കടന്നുപോയി അവിടെ താമസിച്ചത് മുഖാന്തരം നാം വായിക്കുന്നത് ആ പട്ടണം മുഴുവൻ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the Lord has called us to be a channel of blessing. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്. Sometimes what is our problem? ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? For matters like 100 rupees, 1000 rupees, or I would say like I don't know, you measure in terms of cents here. For half a cent, quarter a cent, you know what? We are not bringing joy to anybody. We are fighting left, right and middle. പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ തുകകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തിന് വേണ്ടിയൊക്കെ നാം അന്യോന്യം വഴക്കിടുന്നവരാണ്. Forget about people who are in the world. People who are in the church, many a time, the way they relate with one another, the world is not able to see any joy inside the church. ഞാൻ ലോകത്തിലുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്, സഭകളിലുള്ള ആളുകൾ തന്നെ അന്യോന്യം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അന്യോന്യം പോരടിക്കുന്ന മുഖാന്തരം ഈ ഇങ്ങനെയുള്ള സന്തോഷമൊന്നും മറ്റുള്ളവർക്ക് നമ്മുടെ സഭകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. Sorry to say this, couple of days ago I was watching some reels. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And there was one reel that was put up by one channel, and this was about a fight that was happening within a church, a Pentecostal church, where they were few minutes ago they were actually speaking in all tongues and all that, and then a fight broke. Now they were hitting each other with chairs. അത് ഒരു സ്ഥലം സഭയിൽ ഉണ്ടായ കാര്യം അത് പരിഹാസ രൂപേണ അവർ കാണിച്ചതാണ്. അവർ തുടക്കത്തില് മറുഭാഷയിലൊക്കെ സംസാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞ് ആ വഴക്ക് തുടങ്ങിയപ്പോൾ ആ ഇരുന്നിരുന്ന കസാര തന്നെ എടുത്ത് അന്യോന്യം ആക്രമിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ച. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, പെന്തിക്കോസുകാരുടെ അടുത്തല്ലേ ഇത് നടക്കുന്നത്, ഞങ്ങൾ ബ്രദറൻകാരാ അല്ലേ? ബട്ട് ഐ വാണ്ട് ടു സേ, ഈവൻ അമോങ് ദ ബ്രദറൻ, sometimes it is very difficult to see signs of joy existing among us. പലപ്പോഴും നമ്മുടെ വേർപെട്ട സഭകളിൽ തന്നെ ഇങ്ങനെയുള്ള സന്തോഷം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. So the question for us is, നമ്മളോട് ഒരു ചോദ്യം ഇതാണ്, what is my role there? എൻ്റെ പങ്ക് എന്താണ്? Sometimes we cannot actually sort out everything. We cannot do all the good work and all that. But there is one question that will always be there. What is going to be your particular role? എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ വ്യക്തിപരമായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കുന്നത് എൻ്റെ പങ്ക് എന്താണ്? Years ago, let me say this, years ago there was one brother who was from Hindu background,
This brothers, he was from Trivandrum. ചില വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണ്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തി തിരുവനന്തപുരം ഭാഗത്തുള്ളതാണ്. And the moment he realized that Christ is God, he started reading the Bible. യേശു ദൈവപുത്രനാണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ താൻ ദൈവവചനം വായിക്കാനായിട്ട് തുടങ്ങി. And the more he started reading the Bible, he was so convinced that he need to go to an unreached place to serve him. അതുകൊണ്ട് തിരുവെഴുത്ത് വായിച്ചപ്പോൾ തനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ബോധ്യമായി, ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലത്ത് പോയി കർത്താവിനെ കുറിച്ച് സാക്ഷിക്കണം എന്നുള്ളത്. He left Trivandrum. അതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരം വിട്ടു. With his broken Hindi, he went to Uttar Pradesh. തനിക്കറിയാവുന്ന ചെറിയ ഹിന്ദിയുമായിട്ട് താൻ ഉത്തർപ്രദേശിലേക്ക് കടന്നുപോയി. The first few years he was in the city of Allahabad. അലഹബാദിൽ താൻ ചില വർഷങ്ങൾ പ്രവർത്തിച്ചു. And then he went around preaching the gospel. അവിടെയൊക്കെയും സുവിശേഷം അറിയിച്ചുകൊണ്ട് നടന്നു. Several times he was beaten and he was opposed. പലപ്പോഴും തനിക്ക് ഉപദ്രവം നേരിട്ടു, എതിർപ്പ് നേരിട്ടു. But he realized that in Allahabad there is a sizable community of Christians. എന്നാൽ താൻ ഒരു കാര്യം മനസ്സിലാക്കി, അലഹബാദില് ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് താൻ മനസ്സിലാക്കി. So he asked the Lord, lead me to a place or a district in Uttar Pradesh where there are no Christians at all. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഉത്തർപ്രദേശിൽ ക്രിസ്ത്യാനികൾ ആരുമില്ലാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് എന്നെ അയക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. The Lord showed him a district by name Mirzapur. മിർസാപൂർ എന്ന് പറയുന്ന ഒരു ജില്ല ഉത്തർപ്രദേശിൽ ദൈവം തനിക്ക് കാണിച്ചു A district where all the backward communities live. എല്ലാ പിന്നോക്ക ആളുകളും ജീവിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു ജില്ലയാണ് മിർസാപൂർ. Even the government they don't really bother about people who live there. അവിടെയുള്ള അധികാരികൾ പോലും ഏറ്റവും അവഗണിക്കുന്ന ഒരു സ്ഥലമാണ് മിർസാപൂർ. The Lord took this man by name Vijay Kumar. വിജയകുമാർ എന്ന് പറയുന്ന ഈ ദൈവദാസനെ ദൈവം അങ്ങോട്ട് അയച്ചു. He and his wife together for several years they started serving the Lord. താൻ തന്റെ ഭാര്യയോട് ചേർന്ന് അനേക വർഷങ്ങൾ ഈ മിർസാപൂരിൽ പ്രവർത്തിച്ചു. A place which was like forgotten even by the government. This man, this family, when they started serving the Lord did amazing things. ഗവൺമെന്റ് അധികാരികൾ പോലും അവഗണിച്ചിരുന്ന ഈ സ്ഥലത്ത് ഈ ദൈവദാസനും കുടുംബവും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ദൈവം വലിയ അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. Thousands of believers, not in hundreds, thousands of believers have come to know the Lord. ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുവാനായിട്ട് ഇടയായി. It became a mass movement. വലിയ ഒരു ചലനം അവിടെ സംഭവിക്കാനായിട്ട് ഇടയായി. You can go and search in YouTube Eternal Grace Ministries Mirzapur. ഇറ്റേണൽ ഗ്രേസ് മിനിസ്ട്രീസ് എന്ന് പറയുന്ന മിർസാപൂർ എന്നുള്ള ആ കാര്യം നമുക്ക് യൂട്യൂബിൽ നമുക്ക് നോക്കാവുന്നതാണ്. Recently this man was arrested and that video is right there in the YouTube with 2 or 3 policemen together. This man is being taken to the police station. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And this poor man cannot live anymore in Uttar Pradesh. He is now living in Bihar. അദ്ദേഹത്തിന് തുടർന്ന് ഉത്തർപ്രദേശിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് ഇപ്പോൾ ബീഹാറിലാണ് താൻ ജീവിക്കുന്നത്. But you know one thing? എന്നൊരു കാര്യം അറിയാമോ? Because of this one man who served there for 20 plus years, thousands of people have come to know the Lord. And there are several schools that he was able to establish, several medical small clinics that he laid the foundation. ഈ വ്യക്തി 20-ലധികം വർഷം അവിടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കർത്താവിനെ അറിയാനായിട്ട് ഇടയായി തീർന്നു. അനേകം സ്കൂളുകൾ താൻ തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. മെഡിക്കൽ ക്ലിനിക്കുകൾ ആരംഭിച്ചു. I was recently talking to one of his friends. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് ഈ അടുത്ത സമയത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ So I asked him, brother, now because of so much of opposition and this man also is not in Uttar Pradesh, how is all this ministry now going on? ഇത്രയും എതിർപ്പുകളുടെ മധ്യത്തിൽ ഇപ്പോൾ ഇദ്ദേഹം ഉത്തർപ്രദേശിലും താമസിക്കുന്നില്ലല്ലോ, എങ്ങനെയാണ് ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്നത്? You know what this friend of mine said? എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാമോ? By this 20-25 years now he has been able to develop local leaders and now they are carrying out the ministry there. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അവിടെയുള്ള തദ്ദേശീയരായ അനേകരെ ആ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവര് ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. One man who went from Trivandrum creating such an impact in one of the backward communities in Uttar Pradesh, and it tells us only one thing: if we are available,
for the Lord to work, He will do amazing things. തിരുവനന്തപുരത്ത് നിന്ന് കടന്നുപോയ ഒരു വ്യക്തിക്ക് കർത്താവിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു പിന്നോക്ക സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. Moving on, the next time we read about Philip the evangelist, now in the same chapter, chapter 8, verse 26. ഇനിയും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഫിലിപ്പോസിനെ കുറിച്ച് തുടർന്ന് വായിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ തന്നെ 26-ാമത്തെ വാക്യമാണ്. Now an angel of the Lord spoke to Philip saying, "Arise and go toward the south along the road which goes down from Jerusalem to Gaza. This is desert." അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. I really like that small note there given by Luke. അവിടെ എഴുത്തുകാരനായ ലൂക്കോസ് പറഞ്ഞിരിക്കുന്ന ചെറിയ വാക്ക് എനിക്ക് വളരെ ശ്രദ്ധിക്കാറുണ്ട്. This is what? This is desert. ഇത് നിർജ്ജന സ്ഥലമാണ്. Where is he now moving from? എവിടെന്നാ ഫിലിപ്പോസ് പോകുന്നത്? Tell me. From the city to the wilderness. ശമര്യയിലുള്ള ഒരു പട്ടണത്തിൽ നിന്ന് നിർജ്ജന സ്ഥലത്തേക്കാണ് പോകുന്നത്. And please don't think this is like me and my wife coming from Bangalore for 1 week to be in Thrissur. ഞങ്ങൾ കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരാഴ്ച തൃശ്ശൂർ നിൽക്കാനായിട്ട് വരുന്ന പോലെ അല്ല ഇത്. After Friday we will go back. വെള്ളിയാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി ബാംഗ്ലൂരിലേക്ക് പോകും. This is not no Philip going for an itinerant ministry. ചില ദിവസങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫിലിപ്പോസ് അവിടെ കടന്നു പോകാനായിട്ടല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. This is like Philip was in the midst of an amazing revival that was happening in Samaria. ശമര്യയിൽ നടന്നുകൊണ്ടിരുന്ന വലിയ ആത്മീയ ഉണർവിന്റെ മധ്യത്തിൽ here comes the Lord speaking to Philip, whispering in his ears, Philip, it's time for you to leave this place and go to the place where I am leading you. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് വ്യക്തമായിട്ട് പറയുന്നത്, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ നിന്നെ അയക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാനായിട്ടുള്ള സമയമായി. Verse 27. 27-ാമത്തെ വാക്യം. So he arose and went. അവൻ പുറപ്പെട്ടു ചെന്നു. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ ഇതിനിടയ്ക്ക് കുറേ വാക്യങ്ങളും കൂടെ വരേണ്ടതാണ്. Do you understand what I'm saying? You know what? I would have asked the Lord, Lord, why at this time? ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രണ്ട് വാക്യങ്ങളുടെ മധ്യത്തിൽ മറ്റനേക ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് ഈ സമയത്ത് എന്നെ അയക്കുന്നത്? Lord, when all the Jewish leaders were satisfied remaining in Jerusalem, I went to Samaria. ആ മറ്റ് അപ്പോസ്തലന്മാരൊക്കെയും യെരുശലേമിൽ തന്നെ നിന്നപ്പോൾ ഞാൻ ശമര്യയിൽ കടന്നുപോയി സുവിശേഷം പ്രസംഗിച്ചു. Because of all the hard work and the groundwork that I did in Samaria, now there is a good church there. ആ ശമര്യയിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് അവിടെ ഇപ്പോൾ നല്ലൊരു സ്ഥലം സഭയുണ്ട്. Lord, I still have great plans for my church in Samaria. കർത്താവേ, അവിടെയുള്ള പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഇനിയും അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. Or I would have asked the Lord, okay Lord, you want me to leave Samaria, but what greater ministry? ശരി കർത്താവേ, ഞാൻ ഇത് വിട്ടിട്ട് പോകാം, എന്നാൽ ഇതിനേക്കാൾ ഉന്നതമായ ശ്രേഷ്ഠമായ എന്ത് ശുശ്രൂഷയാണ് കർത്താവേ ഞാൻ ചെയ്യുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നത്? You know, this is a beautiful passage here. ഇത് വളരെ നല്ല ഒരു വേദഭാഗമാണ്. Anyone who wants to be used by God, this is an amazing example. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ല ഒരു മാതൃക നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Ministry is not ours. ശുശ്രൂഷ എന്ന് പറയുന്നത് എൻ്റെ അല്ല. മനസ്സിലായോ? Ministry is not mine. ശുശ്രൂഷ എന്ന് പറയുന്നത് എൻ്റെ അല്ല. I don't decide where to work and how to work. എവിടെ ആയിരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനല്ല തീരുമാനമെടുക്കുന്നത്. It is left to the hands of the sovereign Lord. അത് വലിയവനായ ദൈവത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്.
when he wants to move me, I should be movable. എന്നെ അവിടെ നിന്ന് മാറ്റുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ മാറുവാൻ ഞാൻ ഒരുക്കമുള്ളവനായിരിക്കണം. Now what is the meaning of the term filled by the Holy Spirit? ആത്മനിറവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? Because one of the criteria that the apostles set in choosing these 7 men, they should be full of the Holy Spirit. ഈ അപ്പോസ്തലന്മാര് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ പറഞ്ഞ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അവർ ആത്മാവ് നിറഞ്ഞവരായിരിക്കണം So എന്നുള്ളത്. that means someone who will be controlled by the Holy Spirit. ആത്മനിറവ് എന്ന് പറയുന്നത് ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. If the Lord says it is enough, it is enough. മതി എന്ന് പറഞ്ഞാൽ അതിന് അനുകൂലമായി പ്രതികരിക്കുന്ന ആളായിരിക്കണം. If the Lord says, move left, you should be able to move left. ഇടത്തോട്ട് യാത്ര ചെയ്യുവാനായിട്ട് പറഞ്ഞാൽ അത് കേട്ട് പോകുന്ന വ്യക്തിയായിരിക്കണം. Recently I was actually reading through the book of Exodus. ഈ അടുത്ത സമയത്ത് ഞാൻ പുറപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ the whole concept of the pillar of cloud. ആ മേഘസ്തംഭത്തിന്റെ ആ കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. Now I want to ask you, and if you want to answer me, you can answer me. Okay, it would have been an amazing experience, no doubt. ഈ മേഘസ്തംഭത്തെ കുറിച്ചിട്ടുള്ള ആ അനുഭവം എന്ന് പറയുന്നത് വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. Because you have this guiding force. ഒരു ദൈവത്തിന്റെ ആ സാന്നിധ്യം എപ്പോഴും അവരോട് കൂടെ. We all need that. നമുക്ക് എപ്പോഴും അത് അങ്ങനെയുള്ള കാര്യം ആവശ്യമാണ്. പക്ഷെ അതിന്റെ മറുവശം ഉണ്ടല്ലോ, where the pillar of cloud stays, you stay. അതിന്റെ മറുവശം എന്ന് പറയുന്നത് മേഘസ്തംഭം നിൽക്കുമ്പോൾ ജനവും നിൽക്കണം എന്നുള്ളതാണ്. എത്ര ദിവസം? Sometimes I wonder, നമ്മളാണെങ്കിൽ എങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാനായിരിക്കും നമ്മുടെ ആഗ്രഹം? AC ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയാം. AC ഇല്ലെങ്കിൽ തൃശ്ശൂരിൽ നിൽക്കാൻ എന്തുവാ, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. You know what? So here is, God guiding them. It is supernatural, but the problem is, where the pillar of cloud stays, you stay. When it moves, you have no question, you move. മേഘസ്തംഭം നിൽക്കുമ്പോൾ ജനവും നിൽക്കണം, മേഘസ്തംഭം നീങ്ങുമ്പോൾ ജനവും നീങ്ങണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ നിയമം. And then in the same chapter you read, sometimes the pillar of cloud will stay only for a very short time. അവിടെ തന്നെ നാം വായിക്കുന്നത് ചിലപ്പോൾ മേഘസ്തംഭം ചുരുങ്ങിയ സമയം മാത്രമാണ് നിൽക്കുന്നത്. മേ ബി രാവിലെ വന്നിട്ട് രാത്രി ആവുമ്പത്തേക്ക് അതങ്ങ് പോകും. Sometime, what? You don't want to move from the place, but the pillar of cloud is what? Not moving at all. പലപ്പോഴും നമ്മൾ ജനം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെയും ഈ മേഘസ്തംഭം അവിടെ തന്നെ നിൽക്കുകയാണ്. I want to ask you, brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, are we moving God or is God moving us? നാം ദൈവത്തെയാണോ നീക്കുന്നത്, അതോ ദൈവം നമ്മെയാണോ മുന്നോട്ട് നയിക്കുന്നത്? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാണെന്നറിയോ, ദൈവത്തിനെ മൂവ് ചെയ്യാനാണ്, അല്ലേ? Many a time our prayers are geared and focused so that somehow we will what? Bring God to our own desires. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹിതത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. But the Lord is expecting us to be flexible, willing to be led by the Holy Spirit. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ, ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അതിനനുകൂലമായി പ്രതികരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. And look at that. We are in chapter 8, Acts chapter 8. 8ാം അധ്യായത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. Now he was led to an Ethiopian eunuch, we know that. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ടന്റെ അടുത്ത് എത്തിയതായിട്ട് നാം വായിക്കുന്നു. It was to him the Lord was now leading him. ആ വ്യക്തിയുടെ അടുത്തേക്കാണ്
ദൈവം ഇപ്പോൾ ഫിലിപ്പോസിനെ അയക്കുന്നത്. Look at verse 29. 29ാമത്തെ വാക്യം നോക്കുക. Then the Spirit said to Philip, go near and overtake this chariot. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. Spirit leading him. ആത്മാവ് അവനെ നയിക്കുകയാണ്. Where he needs to go, the Spirit leads him. ആ ഫിലിപ്പോസ് എവിടേക്ക് പോകണമോ അവിടേക്ക് ദൈവത്തിന്റെ ആത്മാവ് അവനെ നടത്തുകയാണ്. Have you ever played with remote control cars? റിമോട്ട് കൺട്രോളുള്ള കാറുകൾ ആയിട്ട് കളിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരെങ്കിലും? നമ്മൾ ചെറുപ്പക്കാരായിരുന്നപ്പ കളിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് ആക്ച്വലി ഫൺ. യു നോ വാട്ട്, ലൈക്ക് ഇറ്റ്സ് റിയലി ഫൺ. ഞാൻ ചിന്തിക്കുമായിരുന്നു, യു നോ വാട്ട്, ഇഫ് സംബഡി ഈസ് സിറ്റിംഗ് ഇൻസൈഡ് ദറ്റ് റൂം വിത്ത് ദ റിമോട്ട് കൺട്രോൾ, അങ്ങനെയുള്ള കാറിന്റെ റിമോട്ട് കൺട്രോളുമായിട്ട് അകത്തെ റൂമിൽ ആരെങ്കിലും ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. യു ഡോണ്ട് സീ ദ റിമോട്ട് കൺട്രോൾ. റിമോട്ട് കൺട്രോൾ നമ്മൾ ആരും കാണുന്നില്ല. ബട്ട് യു സീ ദ കാർ ഹിയർ. എന്നാൽ കാറ് ഇവിടെ ഓടി നടക്കുന്നു. ആൻഡ് സഡൻലി യു സീ ദ കാർ മൂവിംഗ് ലെഫ്റ്റ്. ചിലപ്പോൾ കാർ ഇടത്തോട്ട് ഓടുന്നു. സഡൻലി യു സീ ഇറ്റ് മൂവിംഗ് ഫോർവേഡ്. ചിലപ്പോൾ അത് മുന്നോട്ട് ഓടുന്നു. ഇറ്റ് കംസ് റിവേഴ്സ്. ചിലപ്പോൾ ബാക്കിലേക്ക് വരുന്നു. If you don't know there is somebody who is operating that car, what will you think? ആ കാറിനെ നിയന്ത്രിക്കുന്ന ഒരാള് അവിടെ ഇല്ല എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? ഒന്ന് പറഞ്ഞേ, ഈ കാറിന് വട്ടിളകിയോ? ഈ കാർ എന്തൊക്കെയാ കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, ലോകം കാണുമ്പോൾ വട്ടിളകിയവരെ പോലെ ചിലപ്പോൾ കാണുന്നത്. I was thinking about Philip. Here was a man who was doing amazing ministry. People would have thought, what madness for this fellow, suddenly leaving that ministry and now going to wilderness, and from there onwards he goes from place to place. ശമര്യ പട്ടണത്തിൽ വളരെ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തില് ഫിലിപ്പോസ് അവിടെ നിന്ന് നിർജ്ജന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് എന്ത് ചിന്തിക്കും? Look at verse 40. 40ാം വാക്യത്തിൽ Chapter 8 verse 40. 8:40. But Philip was found at Azotus, and passing through he preached in all the cities till he came to Caesarea. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരയിലെത്തി. I tell you, how many places he stayed, only God knows. ഏതെല്ലാം സ്ഥലങ്ങളിൽ ഫിലിപ്പോസ് താമസിച്ചു ദൈവത്തിന് മാത്രം അറിയാം. In how many places he moved and shifted, only God knows. എവിടെന്നെല്ലാം താൻ താമസം മാറി ദൈവത്തിന് മാത്രം അറിയുള്ളൂ. Now if somebody came and asked Philip, Philip, are you okay? ഫിലിപ്പോസിനോട് ആരെങ്കിലും കടന്നു വന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം, ഫിലിപ്പോസെ നീ സാധാരണ നിലയിലാണോ ആയിരിക്കുന്നത്? Do you have any mental problem? നിനക്ക് മാനസികമായ എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടോ? Are you an unstable person? നിനക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? Philip would have had only one answer. ഫിലിപ്പോസിന് ഒരേ ഒരു മറുപടിയേ ഉണ്ടായിരിക്കുള്ളൂ. What is that answer? എന്താണ് ഫിലിപ്പോസിന്റെ മറുപടി? My life is not mine. എന്റെ ജീവിതം എന്റെ അല്ല. This ministry is not mine. ഈ ശുശ്രൂഷ എന്റെ അല്ല. Where the Lord leads me, I will go. ദൈവം എവിടേക്ക് എന്നെ അയക്കുന്നുവോ അവിടേക്ക് ഞാൻ പോകുന്നു. There is a beautiful English hymn. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പാട്ട് ഇങ്ങനെയുണ്ട്. Shepherd of my soul, എന്റെ ആത്മാവിന്റെ ഇടയനായിട്ടുള്ള I give you full control. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഞാൻ അങ്ങേക്ക് Wherever you may lead, I will follow. അങ്ങ് എന്നെ എവിടേക്ക് അയക്കുന്നുവോ അവിടേക്ക് ഞാൻ പോകാം. That is the true life of a surrendered person. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. And look at one more verse here. We are in chapter 8 and verse 39. 39ാമത്തെ വാക്യം കൂടി ഒന്ന് നോക്കാം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷം കൊണ്ട് തന്റെ വഴി. I really like this phrase here. ഇവിടെയുള്ള ഈ വാക്ക് എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. The eunuch was baptized. ഷണ്ണൻ സ്നാനപ്പെട്ടു. And when he came out of the water, അവൻ വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ he looked for the baptizer. ആ സ്നാനപ്പെടുത്തിയ വ്യക്തിയെ ഷണ്ണൻ നോക്കിയാണ്, കാണുന്നില്ല. But what does the next phrase says? എന്താണ് പറയുന്നത്? He went on how? സന്തോഷിച്ചും കൊണ്ട്. Rejoicing. അവൻ സന്തോഷം കൊണ്ട് തന്റെ വഴിക്ക് പോയി. And where did he go? എവിടേക്കാണ് പോയത്? To his native place. തന്റെ സ്വന്തം സ്ഥലത്തേക്കാണ് ഷണ്ണൻ പോയത്. Ethiopia. എത്യോപ്യയിലേക്കാണ് പോയത്. And there are traditional
historical understanding that Ethiopia was one of the earliest nations to receive the gospel. ആ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആഫ്രിക്കയിലെ എത്യോപ്യയാണ് ആദ്യമായിട്ട് സുവിശേഷം എത്തിയ ഒരു രാജ്യം എന്ന് പറയുന്നത്. Maybe it was through this man who was touched and transformed by Philip. ഫിലിപ്പോസിലൂടെ രൂപാന്തരപ്പെട്ട ഈ വ്യക്തിയിൽ കൂടെ ആയിരിക്കാം എത്യോപ്യയിലേക്ക് ആദ്യമായി സുവിശേഷം എത്തിയത്. What a blessing! എത്ര വലിയ അനുഗ്രഹം! Wherever he went, he was a blessing. താൻ പോയിടത്തൊക്കെയും ഫിലിപ്പോസ് ഒരു അനുഗ്രഹമായിരുന്നു. Wherever the Lord took him and placed him, he was a man who gave joy to people. ദൈവം തന്നെ ആക്കി വെച്ച സ്ഥലങ്ങളിലൊക്കെയും ആളുകൾക്ക് ഒരു സന്തോഷമാക്കി ഫിലിപ്പോസ് ആയിരുന്നു. I don't have time. The last time we read about Philip is little later. ആ ഫിലിപ്പോസിനെ കുറിച്ച് ഒടുവിലായിട്ട് നാം വായിക്കുന്നത് അല്പം പിന്നീടാണ്. When Paul and his companions, when they visit Caesarea, പൗലോസും തന്റെ സഹപ്രവർത്തകരും കൈസരിയയിൽ എത്തിയപ്പോൾ we have a small note written by Luke. ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ വാക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. They entered into the house of Philip the evangelist and stayed there for some days. അവര് സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചില ദിവസങ്ങൾ താമസിച്ചു. And he had 4 daughters who prophesied. തനിക്ക് പ്രവചിക്കുന്ന 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. I don't know how old Philip was during that time. ആ സമയമായപ്പോഴേക്കും ഫിലിപ്പോസിന് എന്ത് പ്രായമുണ്ടായിരുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. But one thing is clear. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. Even at the fag end of his life, he was a blessing to God's people. തന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ സമയത്തും ദൈവജനത്തിന് ഒരു അനുഗ്രഹമായിട്ട് ഫിലിപ്പോസ് ആയിരുന്നു. His family was a blessing to God's people. തന്റെ കുടുംബം ദൈവജനത്തിന് ഒരു അനുഗ്രഹമായിരുന്നു. His children were a blessing to God's people. തന്റെ മക്കൾ ദൈവജനത്തിന് ഒരു അനുഗ്രഹമായിരുന്നു. As I started this sermon today, I said life on this earth is brief. ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വളരെ നൊടി നേരത്തേക്കുള്ളതാണ്. It's a very short one. വളരെ ചെറിയൊരു കാലഘട്ടം. But whatever we do for the Lord and his kingdom in this short life, the results of that last for eternity. ദൈവത്തിനു വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് നിത്യതയുമായി നിൽക്കുന്നതാണ്. This evening may the Lord bless these words to our hearts. ഇന്ന് വൈകുന്നേരം ഈ വചനം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. May the Lord help us to make some decisions in our life, whereas we will become channels of blessings to other people. മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. May the Lord's name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.